أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثا فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നാം സംസാരിക്കുന്നത് മൂന്ന് വിഭാഗം ജനങ്ങൾ. ഇന്നലെ പറഞ്ഞു വെച്ചത് ലോകാവസാനം എന്ന വലിയ ഒരു വിഷയം വളരെ വളരെ ചെറുതായി അവതരിപ്പിക്കുകയാണ് നാം ചെയ്തത്. ലോകാവസാനം എന്ന വലിയ ഒരു വിഷയം വളരെ ചെറുതായി അവതരിപ്പിക്കേണ്ടി വന്നു. അതാണ് ഇന്നലെ നാം ചെയ്തത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്ന് വിഭാഗം ജനങ്ങൾ എന്ന വളരെ വളരെ കാര്യപ്രസക്തമായ ഒരു വിഷയമാണ്. അഥവാ ലോകാവസാനം നടക്കുകയാണ്. ആ ലോകാവസാനത്തിന്റെ ചെറിയ ഒരു ചിത്രം. ഇദാ റുജ്ജത്തിൽ അർദു റജ്ജാ, ഭൂമി പ്രകമ്പനം കൊള്ളിപ്പിക്കപ്പെട്ടാൽ, ഭൂമി കിടുകിട വിറപ്പിക്കപ്പെട്ടാൽ, വബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങൾ ഇടിപൊടിയാക്കി കഴിഞ്ഞാൽ, ഫകാനത് ഹബാഅം മുംബസ്സാ, ആ പർവ്വതങ്ങളൊക്കെ ഡൂളികളായി, അന്തരീക്ഷത്തിൽ പറക്കുന്ന ഡൂളികളായി, പൊടിപടലങ്ങളായി മാറിക്കഴിഞ്ഞാൽ, ഫകാനത് ഹബാഅം മുംബസ്സാ, ഇതോടുകൂടെ ലോകാവസാനം നടക്കുകയായി. അപ്പൊ ഭൂമി വിറക്കലാണ് ലോകാവസാനത്തിന്റെ തുടക്കം. ലോകാവസാന ചിത്രം തുടങ്ങുന്നത് ഭൂമി വിറക്കുന്നതോടുകൂടെയാണ്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ. എന്നാലോ ആ ഭൂമി പ്രകമ്പനം കൊള്ളണമെങ്കിൽ ആദ്യമായി മലകൾ, പർവ്വതങ്ങൾ മുഴുവനും തട്ടിത്തകർക്കണം. കാരണം ആണി ഇളക്കിയെങ്കിലേ ഇളകൂ എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ആണി ഇങ്ങോട്ട് തട്ടിമാറ്റിയാൽ, ആണി തട്ടിമാറ്റുമെന്നത് സത്യമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് ഈ കാര്യം പറഞ്ഞത് കാണാം. ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ മൂന്ന് സ്ഥലത്തോ. നബിയെ, അവർ നിങ്ങളോട് ചോദിക്കും, ഭൂമി കുലുങ്ങും, ഭൂമി പ്രകമ്പനം കൊണ്ട് ആകെ തകരും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, എങ്ങനെയാ ഭൂമി തകരുന്നത്? ഭൂമി ശരിക്ക് നിങ്ങൾ ഇന്ന് തരിപ്പയിലിട്ട് സാധനം കുലുക്കി അരിക്കുന്നത് പോലെ ഭൂമി ശരിക്കാട്ടിയുലഞ്ഞ് ഭൂമിയിലുള്ളത് മുഴുവനും ഭൂമി മേലോട്ടും താഴോട്ടും ഒക്കെ എറിഞ്ഞുകൊണ്ടിരിക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സഹാബത്ത് ചോദിക്കുകയാണ്. സ്വാഭാവികമായി മനുഷ്യർ ചോദിക്കും, നബിയെ, അന്ന് ഈ പർവ്വതങ്ങളൊക്കെ എന്താ ആവുക? യസ്അലൂനക അനിൽ ജിബാൽ, ഉയർന്നു നിൽക്കുന്ന അമ്പരച്ചുംബികളായ പർവ്വതങ്ങളെ കുറിച്ച് അവർ ചോദിക്കുമല്ലോ നബിയെ. ചോദിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയണം, ഫഖുൽ, നിങ്ങൾ അവരോട് പറയണം, നിങ്ങൾ എത്ര തന്നെ കടുപ്പമുള്ള പർവ്വതങ്ങളാണോ കാണുന്നത്, ശരിയാ, പക്ഷേ എന്റെ റബ്ബ് അതിനെ പൊടി പൊടിക്കും. എന്റെ നാഥൻ ആ പർവ്വതങ്ങളെ പൊടി പൊടിയാക്കുമെന്ന് നബിയെ നിങ്ങൾ അവരോട് പറയുക. സൂറത്തു താഹയുടെ 105-ാം വചനം. ഇങ്ങനെ പർവ്വതങ്ങൾ തകർക്കപ്പെടുമെന്ന് അല്ലാഹു ഒരു സ്ഥലത്ത് മാത്രമല്ല പറയുന്നത്, പല സ്ഥലങ്ങളിലും പറയുന്നത്. യൗമ തർജുഫുൽ അർദു വൽ ജിബാൽ വകാനത്തിൽ ജിബാലു കസീബം മഹീലാ. യൗമ തർജുഫുൽ അർദ്, ഭൂമി വിറക്കുകയും, വൽ ജിബാൽ, പർവ്വതങ്ങളും ഭൂമിയും വിറച്ച്, വകാനത്തിൽ ജിബാലു കസീബം മഹീലാ,
പർവ്വതങ്ങള് കസീബം മഹീല, നീക്കപ്പെട്ട മണൽ കൂമ്പാരം പോലെയായി മാറും. കസീബം മഹീല, വലിയ മണൽ കൂമ്പാരം. ആ കൂമ്പാരം ഇങ്ങനെ കുന്നായിട്ട് പർവ്വതങ്ങളൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞ് ഒരു കുന്നായിട്ട് ഇങ്ങനെ കിടക്കുകയല്ല, നീക്കി നിരപ്പാക്കിയ മണൽ കൂമ്പാരം പോലെ. ആ മണൽ കൂമ്പാരം തട്ടി നിരപ്പാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണോ അവസ്ഥ? അപ്പൊ പർവ്വതങ്ങൾ പൊടിഞ്ഞ പൊടിയായിരിക്കും ഭൂമിയിലാകെ. ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന നീക്കിയ മണൽ കൂമ്പാരം പോലെ. കാനത്തിൽ ജിബാലു കസീബം മഹീല. ഇതൊക്കെ ഇവിടെ ഉണ്ടാകാൻ. പിന്നെ ഈ ലോകത്തിന് ഒരിക്കലും ഉണ്മയില്ല. അതാണ് ഭൂമിയുടെ മരണം. ഇന്നലെ നമ്മൾ പറഞ്ഞു സൂര്യന്റെ മരണം, ഭൂമിയുടെ മരണം, ഇതൊക്കെ ഇന്നത്തെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ ശരിവെച്ച യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ ഭൂമി മരിക്കുമെന്ന കാര്യം സത്യമാണ്. അപ്പൊ ഭൂമി മരിക്കുകയാണ്. ഇനി നോക്കുക, ഈ ഭൂമി മരിച്ചാൽ, ഈ ലോകം നശിച്ചാൽ, ഈ ലോകത്ത് ശിക്ഷാരക്ഷകൾ നൽകപ്പെടേണ്ടവർക്ക് ഇവിടെ നിന്ന് നൽകപ്പെട്ടിട്ടില്ല. പലപ്പോഴും നീതിപൂർവം നൽകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് ടെസ്റ്റിന്റെ ലോകമാണ്. ഇതാളെ പരീക്ഷിക്കുന്ന ലോകമാണ്. പരീക്ഷണ ലോകത്ത് നിന്ന് ഒരിക്കലും നീതിയോട് കൂടി പ്രതിഫലം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ലോകം അവസാനിച്ചു എന്നതിന്റെ അർത്ഥം ഇനി മറ്റൊരു ലോകം തുടങ്ങണമെന്നാണ്. മറ്റൊരു ലോകം തുടങ്ങണമെന്നാണ്. അല്ലെങ്കിൽ മറ്റൊരു ലോകം തുടങ്ങുന്നില്ലെങ്കിൽ ഈ ലോകം അവസാനിക്കേണ്ടതില്ലായിരുന്നു. ലോകം ഇങ്ങനെ തലമുറകളായി തുടർന്നാൽ മതിയായിരുന്നു. പക്ഷെ ഈ ലോകം അസ്തമിച്ചാൽ, ഈ ലോകം അവസാനിച്ചാൽ അതിന്റെ അർത്ഥം മറ്റൊരു ലോകം തുടങ്ങിക്കൊള്ളണമെന്നാണ്. അപ്പൊ പരലോകത്തിന്റെ തുടക്കമായി. അങ്ങനെ പരലോകം നടക്കുന്നു, പുനരുത്ഥാനം നടന്നു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ 3 വിഭാഗമായിരിക്കും. അന്ന് നിങ്ങൾ 3 വിഭാഗമായിരിക്കും, 3 ഗ്രൂപ്പായിരിക്കും പരലോകത്ത്. അതാണ് കേട്ടോ സൂറത്തുൽ വാഖിയയുടെ പ്രധാന സന്ദേശം. നമ്മൾ എന്തൊക്കെ ഈ വിഷയത്തിൽ കടന്നുവന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ടോ അതൊക്കെ ശരിയാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഖുർആനിന്റെ സൂറത്തുൽ വാഖിയയുടെ മുദ്രാവാക്യം നിങ്ങൾ പരലോകത്ത് 3 വിഭാഗമാണെന്ന്. ഉലൈക്കൽ മുഖറബൂൻ എന്ന് പറയുന്ന മുഖറബീങ്ങൾ, സാബിഖീങ്ങൾ എന്ന് പറയുന്ന ഉത്തമ വിഭാഗം, അസ്ഹാബുൽ യമീൻ എന്ന് പറയുന്ന മധ്യമ വിഭാഗം, അസ്ഹാബു ഷിമാൽ എന്ന് പറയുന്ന ഹദബാഗിർ, അദമർ, ഇങ്ങനെ 3 വിഭാഗമാണ്. അവരുടെ നല്ല ഗതിയും അവരുടെ ദുർഗതിയും പറയുന്ന സൂറയാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ വാഖിയ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങളന്ന് 3 വിഭാഗങ്ങളായി തീരും. ഇനി ഹ്രസ്വമായ ഒരു അവതരണം. എത്ര വിഭാഗമാണെന്ന് ഹ്രസ്വമായ ഒരു അവതരണം. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നാളെ തൊട്ട് വിശദമായ അവതരണം. മുഖറബീങ്ങൾ ആരാണ്, മുഖറബീങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, അത് കഴിഞ്ഞിട്ട് മധ്യമവിഭാഗത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്താണ്, അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മാറ്റം അധമരായ ഹതഭാഗ്യർക്ക് കിട്ടുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കാൻ പോവാണ്. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്നത് 3 വിഭാഗം ജനങ്ങളുണ്ട് എന്ന് ചുരുക്കി അങ്ങ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ സൗഭാഗ്യവാന്മാർ ഒരു വിഭാഗമാണ്. അസ്ഹാബുൽ മൈമന സൗഭാഗ്യവാന്മാർ. അസ്ഹാബുൽ മൈമന, ആ സൗഭാഗ്യവാന്മാർ ആരാണെന്ന് നബിയെ നിങ്ങൾക്കറിയോ? ആരാണ് നബിയ സൗഭാഗ്യവാന്മാർ? എന്ത് സൗഭാഗ്യവാന്മാർ? അവരുടെ സൗഭാഗ്യം എത്ര വലുതാണ്. നബിയെ അത് പറഞ്ഞാലും എഴുതിയാലും തീരാത്തതാണ്. മാ അസ്ഹാബുൽ മൈമന. കണ്ടോ, ചോദ്യ ശൈലിയിൽ വിഷയത്തെ അങ്ങോട്ട് പർവ്വതീകരിക്കുകയാണ്. ചോദ്യ ശൈലിയിൽ വിഷയത്തെ പർവ്വതീകരിക്കുന്ന ശൈലി പലപ്പോഴും ഉണ്ട് മലയാളത്തിലും. അവരാരാ എന്ന് ചോദിച്ചാൽ അവര് വലിയൊരു കൂട്ടരാണെന്ന് മനസ്സിലാവും. മോശപ്പെട്ട ഒരു കൂട്ടരെ പറ്റിയാണെങ്കിൽ അവര് വളരെയധികം ദുഷിച്ച ഒരു വിഭാഗമാണ് ആ ചോദ്യം കേട്ടാ മനസ്സിലാവും. നമ്മളിപ്പോ നല്ല ഒരാളെ പറ്റി ഇങ്ങനെ അവതരിപ്പിക്കുക, അയാളുടെ ആ പവറും അയാളുടെ ക്രെഡിറ്റും അയാളുടെ കഴിവും സ്വാധീനവും ഒക്കെ ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞു അവനേതാ മോന്. നമുക്ക് തിരിയത് ഇനി വിശദീകരിക്കേണ്ടതില്ല. അവനേതാ മോന് എന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞതിന്റെ അർത്ഥം തിരിയില്ല. അയാളെ ശരിക്കും മദ്ഹ് ചെയ്യുകയാണ്. അതേ രൂപത്തിൽ തന്നെ ഒരാളെ ഒരു കാട്ടുകള്ളനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്.
അവനെ പറ്റിയും നമ്മൾ പറയും അവനേതാ മോന് എന്ന് പറഞ്ഞാൽ തട്ടിപ്പിന്റെ വിഷയം. അപ്പൊ അതേ രൂപത്തിൽ സൂറത്തുൽ വാഖിയയിലും രണ്ട് ശൈലി അല്ലാഹു ഉപയോഗിച്ചത് കാണാം. ഉത്തമ ജനങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴും അങ്ങനെ ചോദ്യം ചോദിച്ച് കൺഫ്യൂഷൻ ആക്കി അവിടെ വെക്കും. കാരണം പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ സുഊദ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ നമുക്ക് ഈ യാഥാർത്ഥ്യം പഠിപ്പിച്ചു തരുന്നു. അതാണ് ആ ശൈലി. അസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. അപ്പോൾ സൗഭാഗ്യവാന്മാർ, അവരുടെ സൗഭാഗ്യം അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. അവരെത്ര വലിയ സൗഭാഗ്യവാന്മാരാ. വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ. ഹതഭാഗ്യർ, അവരെ പോലത്തെ ഹതഭാഗ്യർ മറ്റാരുണ്ട്? പരാജയപ്പെട്ടാൽ അവരെ പോലെ പരാജയപ്പെട്ടവരാരുമില്ല മഹ്ശറൽ. അസ്ഹാബുൽ മശ്അമ, ലക്ഷണം കെട്ടവർ, ഭാഗ്യക്കേടിന്റെ ആളുകൾ. അവർ അവരുടെ ഹാലെന്താ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വസ്സാബിഖൂന സാബിഖൂൻ. ഇനി മൂന്നാമത്തെ വിഭാഗത്തിനെ പറയാം. അതേസമയം വസ്സാബിഖൂൻ, നന്മയിലേക്ക് മുന്നേറുന്ന ചില ഭാഗ്യവാന്മാരുണ്ട്. വസ്സാബിഖൂൻ, നന്മയിലേക്ക് മുന്നേറുന്ന ആ എ ഗ്രേഡുകാർ. അസ്സാബിഖൂൻ, അവർ പരലോകത്തും എ ഗ്രേഡുകാർ തന്നെയാണ്. നന്മയിൽ മുന്നിൽ നിൽക്കുന്നവർ പരലോകത്തും മുന്നിലാണ്. വസ്സാബിഖൂന സാബിഖൂൻ, ദുനിയാവിൽ സാബിഖീങ്ങളായവർ പരലോകത്തും സാബിഖീങ്ങളാണ്. ദുനിയാവിൽ നന്മയുടെ പക്ഷത്തെല്ലാ വിഷയത്തിലും ഒന്നാം സഫിൽ കണ്ടിരുന്നവർ, നന്മയിലേക്ക് മുന്നേറുന്നവർ. അസ്സാബിഖൂൻ, അവർ സ്വർഗത്തിലും ഉന്നത ഗ്രേഡുള്ളവരാ. വസ്സാബിഖൂന സാബിഖൂൻ, എ ഗ്രേഡുകാർ തന്നെ. ഒന്നാം ബാച്ച് തന്നെ. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, അവർ അല്ലാഹുവിന്റെ അടുത്ത് പ്രത്യേകം സാമീപ്യം നേടിയ മഹാന്മാരാണ്. ഫീ ജന്നാത്തിൻ നഈം, സുഖലോക സ്വർഗ്ഗത്തിലാണ് കേട്ടോ രാജാതിരാജനായ റബ്ബിന്റെ സാമീപ്യം നേടിയത്. ഫീ ജന്നാത്തിൻ നഈം എന്തിനു പറഞ്ഞു? ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോ ആയത്തുകളെ കുറിച്ചും ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യും. എന്തിനാണ് ആ ആയത്ത് അവിടെ പറഞ്ഞത് എന്നുള്ളത് ഓരോ ആയത്തുകളും അർത്ഥമില്ലാതെ പോകില്ല. സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. ഈ സാബിഖീങ്ങളുണ്ടല്ലോ, മുഖറബീങ്ങളായ വിഭാഗം, അല്ലാഹുവിനോട് അടുത്ത വിഭാഗം, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ പോകുന്ന വിഭാഗം, അവര് സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. സുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം, മുൻഗാമികളിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. ഖലീലും മിനൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ വളരെ 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 കുറച്ച്, അങ്കുലിപരിമിതമായിരിക്കും ഇവർ. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മുൻഗാമികൾ അങ്ങനെ എടുത്താൽ അബൂബക്കറിന് സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഏതു മഹാനെ നിങ്ങൾ എടുത്താലും അവരൊക്കെയും മുഖറബീങ്ങളാണ്. സുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളിൽ ഒരു കൂട്ടം തന്നെയുണ്ട്. ഖലീലും മിനൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ വളരെ തുച്ഛമയുണ്ടാകും. അപ്പൊ ഇന്നുമുണ്ട് മുഖറബീങ്ങൾ, അത് ഉറപ്പാ. ഖിയാമത്ത് നാൾ വരെ മുഖറബീങ്ങളുണ്ടാകും. അല്ലാഹനെ പേടിച്ച് 100% പടച്ചോനെ പേടിച്ച് പൊരുത്തപ്പെട്ട വഴിയിലൂടെ നീങ്ങുന്ന മുഖറബീങ്ങൾ ഇവിടെ ഉണ്ടാകും. നന്മയുടെ പക്ഷത്ത് എല്ലാ ഭാഗത്തും 100% ഹാജർ ഉറപ്പാക്കുന്ന മുഖറബീങ്ങൾ ഇവിടെ ഉണ്ടാകും. പക്ഷെ അവരെ കണ്ടെത്തണമെങ്കിൽ നല്ല പ്രയാസപ്പെടും. കാരണം ഖലീലും മിനൽ ആഖിരീൻ, പിൽക്കാലത്ത് വളരെ 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 ഖലീലായി. അതുകൊണ്ടാണ് ഇന്നൊരു പൂർണ്ണ മുത്തക്കിയെ കണ്ടു കിട്ടണമെങ്കിൽ നല്ല പ്രയാസമാണ്. പക്ഷെ ഖിയാമം വരെ അത് ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വഖലീലും മിനൽ ആഖിരീൻ. ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ചൊക്കെ വിശാലമായ വ്യാഖ്യാനങ്ങൾ ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കടന്നു വരുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് അസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന. ഈ അസ്ഹാബുൽ മൈമന എന്നതിനെ ഈ സൂറയിൽ തന്നെ ഇനി തൊട്ടടുത്ത സ്റ്റെപ്പിൽ പരിചയപ്പെടുത്തിയത് അസ്ഹാബുൽ യമീൻ എന്നാണ്. അസ്ഹാബുൽ യമീൻ മൂന്നാമത് പരിചയപ്പെടുത്തുന്നത് അസ്ഹാബുൽ യമീൻ എന്നാണ്. എന്നാൽ മറ്റു പല വിഭാഗങ്ങളെയും ഇങ്ങനെ മാറി മാറി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും.
അസ്ഹാബുൽ മശ്അമനെ പരിചയപ്പെടുന്നത് അസ്ഹാബുൽ ഷിമാൽ എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മുഖദ്ദിബീൻ അദ്ദാലീൻ എന്നാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ എന്തുകൊണ്ട് ഓരോ സ്ഥലത്ത് ഓരോ രൂപത്തിൽ പരിചയപ്പെടുത്തി എന്നതൊക്കെ സൂറ കഴിഞ്ഞതിന്റെ ശേഷം ഒരു ചെറിയ അവലോകനം ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 35ഓളം വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലേക്ക് നോക്കിയപ്പോൾ ആണ് യഥാർത്ഥത്തിൽ നമുക്ക് സൂറത്തുൽ വാഖിയ വലിയ ഒരു സംഭവമാണ്, വലിയൊരു ലോകമാണെന്ന് മനസ്സിലായത്. അപ്പൊ അസ്ഹാബുൽ മൈമനത്തി മാ അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മൈമനത്ത് എന്ന് പറഞ്ഞാൽ ഭാഗ്യം, അപ്പൊ സൗഭാഗ്യവാന്മാർ. അല്ലെങ്കിൽ മൈമന എന്നതിന് വലത് എന്ന ഒരർത്ഥമുണ്ട്. നേരെ അതിന്റെ അർത്ഥം ഭാഗ്യമെന്നാണ്. വലത് എന്ന അർത്ഥം കൊടുക്കുമ്പോൾ വലതുപക്ഷം, അസ്ഹാബുൽ യമീൻ. ഇതിന് ശേഷം പറയാൻ പോകുന്നത് വ്യക്തമായിട്ട് വലതുപക്ഷം എന്ന്. എന്തുകൊണ്ടാണ് ഇവരെ പറ്റി വലതുപക്ഷമെന്നും അധമരായ ഹതഭാഗ്യരെ കുറിച്ച് അസ്ഹാബു ഷിമാൽ ഇടതുപക്ഷമെന്നും അസ്ഹാബുൽ മശ്അമ ഭാഗ്യദോഷികൾ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ എന്ന് പറയാനുള്ള കാരണം എന്ത്? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ കാരണം വ്യക്തമാക്കുന്നത് കാണാം. നാളെ ജനങ്ങൾ പരലോകത്ത് 3 വിഭാഗമാകും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. യൻഖസിമുന്നാസു യൗമൽ ഖിയാമത്തി ഇലാ സലാസതി അസ്നാഫ്. അന്ത്യദിനത്തിൽ ജനങ്ങൾ 3 വിഭാഗമാണ്. ഖൗമുൻ അൻ യമീനിൽ അർശി, ഒരു വിഭാഗം അർശിന്റെ വലഭാഗത്തായിരിക്കും. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഒരു വിഭാഗം അർശിന്റെ വലഭാഗത്തായിരിക്കും. ഖൗമുൻ അൻ യമീനിൽ അർശി വഹുമുൽ ലദീന ഖറജൂ മിൻ ശിഖ്യാ അവരാദം നബിയുടെ വലതു പാർശ്വത്തിൽ നിന്ന് പുറപ്പെട്ട മക്കളാ, വലതു ഭാഗത്തിൽ നിന്ന് പുറപ്പെട്ട മക്കളാണ്. വഹുമുല്ലദീന ഖറജൂ മിൻ ശിഖ്ഖി ആദമൽ അയ്മൻ വയുതൗന കുതുബഹും ബിഐമാനിഹിം. മാത്രമല്ല അവർക്ക് കിതാബ് നൽകപ്പെടുന്നതും വലത്തെ കയ്യിലാണ്. അതുകൊണ്ടാണ് ഇവരെ കുറിച്ച് വലതുപക്ഷം എന്ന് പറയാൻ കാരണം. വയുതൗന കുതുബഹും ബിഐമാനിഹിം. അവർക്ക് കിതാബ് നൽകപ്പെടുന്നത്, ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നത്, അവരുടെ കർമ്മരേഖകൾ നൽകപ്പെടുന്നത് വലതു കയ്യിലാണ്. ഒരുപാട് കാരണങ്ങളുണ്ട് സജ്ജനങ്ങളെ കുറിച്ച് വലതുപക്ഷം എന്ന് പറയാൻ. ഒന്ന്, നാളെ അർശിന്റെ വലതുഭാഗത്ത് അവരുണ്ടാകുക, വലത്തെ കയ്യിലാണ് കിതാബ് കിട്ടുക. ഇതിന്റെ ഒക്കെ പുറമെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഇന്റെ മിഅ്റാജിന്റെ രാത്രിയിൽ ഒന്നാനാകാശത്ത് വെച്ച് ബഹുമാനപ്പെട്ട അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിനെ കാണുമ്പോ ആദം നബി അതാ വലതുഭാഗത്തേക്ക് നോക്കിയിട്ട്, നല്ല സുന്ദരന്മാരായ കുറെ മക്കളുണ്ട് വലതുഭാഗത്ത്, നീണ്ട ഒരു നിരയിൽ തന്നെയുണ്ട്. കാണാൻ എന്തൊരു ചന്തം. അവരുടെ മുഖത്തേക്ക് അങ്ങ് നോക്കിയാൽ എന്തൊരോമനത്വമാണ്. ആ വലതുഭാഗത്തേക്ക് നോക്കിയിട്ട് ആദം നബി അലൈഹിസ്സലാം കുലുങ്ങി 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 ചിരിക്കുക. ഊറി ചിരിക്കുന്നുണ്ട് വലതുഭാഗത്തേക്ക് നോക്കിയിട്ട്. അതേ രൂപത്തിൽ തന്നെ ഒന്നാനാകാശത്ത് നിന്ന് റസൂലുള്ളാഹി തങ്ങൾ അനുഭവിച്ച ഒരു കാഴ്ചയാണ് മിഅ്റാജിന്റെ രാത്രിയിൽ. ഇടതുഭാഗത്തേക്ക് നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് കുലുങ്ങി കുലുങ്ങി ചിരിച്ച മനുഷ്യൻ അതേ സമയം തന്നെ ഇടതുഭാഗത്തേക്ക് നോക്കിയിട്ട് പൊട്ടി കരയുകയാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം. കാരണം ഇടതുഭാഗത്ത് കാണുന്നത് ഒരുപാട് കോലമില്ലാത്ത മക്കൾ, തീരെ കാണാൻ അഴകില്ലാത്ത ല്ലാത്ത മക്കളാണ് ഇടതുഭാഗത്ത് കാണുന്നത്. തീർച്ചയായിട്ടും ഇത് രണ്ടും കൂടെ ഇങ്ങനെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ തന്റെ യാത്രയിൽ തനിക്ക് ഗൈഡായിട്ട് കൂടെ നീങ്ങുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, അല്ല ജിബ്രീൽ, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീൽ? എനിക്ക് മനസ്സിലായില്ല. എന്റെ വല്ലിപ്പ എന്തിനാ ഇങ്ങോട്ട് നോക്കി ചിരിക്കുന്നത്, എന്തിനാ ഇങ്ങോട്ട് നോക്കി കരയുന്നത്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ദാ ഈ വലതുഭാഗത്ത് കാണുന്നത് നിങ്ങളുടെ വല്ലിപ്പാന്റെ മക്കളാണ്, മനുഷ്യ മക്കളാണ്, ബനുവാദം സജ്ജനങ്ങളാണ് ഈ കാണുന്നത്. സജ്ജനങ്ങളാണ് ഈ കാണുന്നത്. ഈ മക്കളൊക്കെ രക്ഷപ്പെട്ടവരാണ്, സ്വർഗാവകാശികളാണ്. ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോ അവരൊക്കെ നരകാവകാശികളാണ്. അതാണ് അവരെ കാണാൻ അഴകില്ലാത്തത്. ഇടതുഭാഗത്തിരിക്കുന്നത് അവരെ നോക്കിയിട്ട് വല്ലിപ്പ കരയുകയാണ് ദുഃഖം കൊണ്ട്. പഠിച്ചോനെ, നിങ്ങളും എന്റെ മക്കളാണല്ലോ. ഈ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് വയ്യ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വല്ലിപ്പ കരയുന്നു. വലതുഭാഗത്തേക്ക് നോക്കുമ്പോ വല്ലിപ്പാക്ക് സന്തോഷം തോന്നുന്നു. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ട നബിയെ
വല്ലിപ്പ ഒരേ സമയം കരയാനും ചിരിക്കാനും കാരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആദം നബിയുമായി റസൂലുള്ളാഹി തങ്ങൾ സംസാരിക്കുകയാണ്. ആദം നബിക്ക് കാര്യമായി ഒന്നാനാകാശത്ത് പറയാനുണ്ടാവുക എന്താ? ഇസ്മാഈലുൽ ഹഖീ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒന്നാനാകാശത്ത് വെച്ച് ആദം നബി അലൈഹിസ്സലാം കൊടുത്ത നിർദ്ദേശത്തിൽ ഏറ്റവും നല്ല നിർദ്ദേശം ഏതായിരിക്കും? ഓരോ അമ്പിയാക്കൾ കൊടുത്തതും പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ. ആ സമയത്ത് ആദം നബിക്ക് കാര്യമായി പറയാനുണ്ടാകുക എന്താ? ഓ അല്ലയോ മുഹമ്മദ് നബിയേ, അല്ലയോ യാ ഹബീബല്ലാഹ്, എന്റെ പേരക്കുട്ടിയായ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാനിതാ പ്രവർത്തന ഗോതയിൽ ഇറങ്ങി, ഞാൻ പ്രബോധന ഫീൽഡിൽ ഇറങ്ങി. ഞാൻ ഒരുപാട് എന്റെ മക്കളെ പലരെയും ഞാൻ എന്റെ പ്രബോധനം കൊണ്ട്, ഞാൻ എന്റെ പെടാപാടുകൊണ്ട് ഒരുപാട് ആളുകളെ ഈ പക്ഷത്തുള്ളത് പിടിച്ചിങ്ങോട്ടിടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ ശേഷം ശീസ് നബി പണിയെടുത്തു, എന്റെ ശേഷം ഇദ്രീസ് നബി പണിയെടുത്തു, എന്റെ ശേഷം നൂഹ് നബി പണിയെടുത്തു, മൂസ നബി, ഈസ നബി, ഇബ്രാഹിം നബി ഇവരൊക്കെ പണിയെടുത്തു. അങ്ങനെയാണ് ഈ പക്ഷത്തുള്ള പലരെയും ഇങ്ങോട്ടെത്തിച്ചത്. ഇനി ഈ പക്ഷത്ത് നിൽക്കുന്ന ഞാൻ അവരെ നോക്കി പൊട്ടി കരയുന്ന ഈ ദുർജനങ്ങളിൽ ഒരുപാട് ആളുകളെ നിങ്ങളെ കൈക്ക് ഇവിടെ നിന്ന് പിടിച്ച് ഈ പക്ഷത്തേക്ക് മാറ്റാൻ കഴിയുന്നവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതാ പ്രബോധന ഫീൽഡിൽ ഇറങ്ങുന്ന നിങ്ങൾ കാര്യമായി പണിയെടുക്കണം കേട്ടോ കുഞ്ഞുമോനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹബീബ് പറയുമെന്ന കാര്യം ഹബീബിനോട് ആദം അലൈഹിസ്സലാം പറയുമെന്ന കാര്യം ഉറപ്പല്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു. ആ ഫീൽഡിൽ നബിതങ്ങൾക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും യാതനകൾ ഉണ്ടാകുമ്പോഴും ഈ വാനലോകത്തു നിന്ന് ഈ മല ഈ അമ്പിയാക്കളെ മുഴുവനും നേരിട്ട് പരിചയപ്പെട്ടതുകൊണ്ട് പ്രബോധന ഫീൽഡിൽ എല്ലാം സഹിക്കാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ മനക്കരുത്ത് നേടുന്നു. അതിനുള്ള ആർജവം അല്ലാഹുവിന്റെ ഹബീബ് ആർജിച്ചെടുക്കുന്നു. ഇതാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടത്. എന്റെ സഹോദരന്മാരെ, അന്ന് ആ ആദം നബി അലൈഹിസ്സലാം കണ്ട സമയത്ത്, ആ കരയുന്ന സമയത്ത് നമ്മൾ ഏതു പക്ഷത്തായിരുന്നു എന്ന് ചിന്തിക്കേണ്ടതല്ലേ? നമ്മളൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശ്രമഫലം ഇങ്ങേ പുറത്തേക്ക് ചാടിയോ? വിശ്വാസികളായെങ്കിലും സ്വർഗാവകാശികളാകാൻ സാധിച്ചിട്ടുണ്ടോ എന്നത് ചിന്തിക്കണം. അല്ലാഹു നമ്മയൊക്കെ അസ്ഹാബുൽ ലബീനിലെങ്കിലും പെടുത്തി സലാമത്താക്കി തരട്ടെ. മുഖറബീങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ്. എന്നാലും ദുആ ചെയ്യാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. എന്നാലും അവിടെ പെടുത്തി തരണേ, ഓലെ കൂട്ടത്തിൽ പെടുത്തണേ എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണത്. കാരണം ഒന്നും ചെയ്യാത്ത നമ്മളെങ്ങനെ ഇതൊക്കെ ചോദിക്കാം? അസ്ഹാബുൽ യമീനിലെങ്കിലും പെടുത്താൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് വലതുപക്ഷം, ഇടതുപക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാളെ വലത്തെ കയ്യിലാ കിതാബ് കൊടുക്കുക, ഇടത്തെ കയ്യിലാണ് കിതാബ് കൊടുക്കുക, സജ്ജനങ്ങൾക്കും ദുർജനങ്ങൾക്കും. അതുകൊണ്ടാണ് ഈ ഭാഷയിൽ സംസാരിക്കാനുണ്ടായ കാരണം. ഇവിടെ നിങ്ങൾ കാര്യമായി മനസ്സിലാക്കണം. നാളെ പരലോകത്ത് വരുമ്പോഴുള്ള അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവിടെ വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും വരാനുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആരുണ്ട്? വിശുദ്ധ ഖുർആനിൽ ഇത്രയും പൊള്ളുന്ന വാക്കുകളൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ വേറെ എവിടെയൊക്കെയാണ് നമ്മൾ ദുനിയാവിന്റെ ശോഭലുകളിൽ നിന്ന് ഇങ്ങോട്ട് മോചിതരാകുന്നില്ല. അപ്പോഴും നമ്മൾ ദുനിയാവിന്റെ കൂടെയാണുള്ളത്. ദുനിയാവിന്റെ കൂടെ തന്നെയാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ദുനിയാവുമായി ചെറിയൊരു ബന്ധം, ജീവിക്കാനുള്ള ബന്ധം മാത്രം മതി. ദുനിയാവ് എത്ര ഉണ്ടാക്കാം, അല്ലാഹുവായിട്ടുള്ള അടുപ്പം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ, അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ പ്രമാണിമാരുമാവാം. പക്ഷേ നിസ്കാരം മുടക്കിക്കൊണ്ടൊരു ബിസിനസ് നടക്കുന്നുണ്ടോ? തൽക്കാലം അത് ഒഴിവാക്കിയേക്കുക. നന്മയുടെ പക്ഷത്ത് നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അതാണ് മൂന്നാമത്തെ ബാച്ചിന്റെ പ്രത്യേകത. ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഇങ്ങനെ ഉദ്ധരിക്കുകയാണ്. പരലോകത്ത് അർശിന്റെ വലതുഭാഗത്ത് ഒരു വിഭാഗം, അവർ ആദം നബിയുടെ വലതു പാർശ്വത്തിൽ നിന്ന് പുറപ്പെട്ടവരാണ്. അവർക്ക് കിതാബ് നൽകപ്പെടുന്നത് വലതു കൈയിലാണ്. വഹും ജംഹൂറു അഹ്ലിൽ ജന്ന, അവരാണ് സ്വർഗ്ഗാവകാശികളിൽ ഭൂരിപക്ഷവും. അസ്ഹാബുൽ യമീനായിരിക്കും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ മധ്യമ വിഭാഗം. ജസ്റ്റ് അഡ്മിഷൻ ലഭിക്കുന്നവരിൽ അർത്ഥം സ്വർഗത്തിലേക്ക്.
അവരാണ് ഭൂരിപക്ഷം. ഇനി വേറെ ഒരു വിഭാഗം അർശിന്റെ ഇടതുഭാഗത്തായിരിക്കും. അവർ അർശിന്റെ ഇടതുഭാഗത്താണ്ടാകുക. ആദം നബി അലൈഹിസ്സലാമിന്റെ ഇടതുപാർശ്വത്തിൽ നിന്ന് പുറപ്പെട്ട മക്കളാണ്. അവർക്ക് അവരുടെ ഇടത് കൈയിലാണ് അവരുടെ കിതാബുകൾ നൽകപ്പെടുക. അവരാണ് നരകത്തിലെ മുഴുവൻ ജനങ്ങളും. നരകാവകാശികൾ മുഴുവനും അവരാണ്. അവരെ നരകാവകാശികളിലേക്ക് ആയി മാറുകയുള്ളൂ. അവരാണ് നരകാവകാശികൾ. നരകാവകാശികൾ മൊത്തമായിട്ട് അവരാണ്. ഇനി വേറെ ഒരു വിഭാഗമുണ്ട്. അർശിന്റെ മുമ്പിൽ നിൽക്കുന്ന, കണ്ടോ, വലത്തെ ഭാഗത്ത് അസ്ഹാബുൽ യമീൻ, ഇടത്തെ ഭാഗത്ത് അസ്ഹാബുൽ ശിമാൽ അല്ലെങ്കിൽ അസ്ഹാബുൽ മൈമന, അസ്ഹാബുൽ മശ്അമ, മുന്നിൽ സാബിഖീങ്ങൾ, മുഖറബീങ്ങൾ. അവർ അർശിന്റെ മുമ്പിലാണെങ്കിലും നേരെ സെന്ററിലാണോ? അല്ല, അവർ നിൽക്കുന്നത് എവിടെയാ? അവർ സ്പെഷ്യൽ ആളുകളാണ്, ഭാഗ്യവാന്മാരാണ്, ധന്യരാണവർ. മാത്രമല്ല നേരെ മധ്യത്തിലല്ല നിൽക്കുന്നത്, അസ്ഹാബുൽ യമീനിന്റെ മുമ്പിലാണ്, അർശിന്റെ മുമ്പിലാണ്. പക്ഷെ അസ്ഹാബുൽ യമീനോട് ചാരിയാണ് അവർ നിൽക്കുന്നത്. കാരണം ഇവർ ഇങ്ങോട്ടേ ചേരാൻ പറ്റൂ, ഇവിടുന്ന് അങ്ങോട്ടേ ചേരാൻ പറ്റൂ. ഇവരുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിക്കൂടാ, ഇടത്തെ ഭാഗമായിട്ട്. കണ്ടോ നിങ്ങൾ? കാരണം അവർ ഇവരുടെ ലീഡേഴ്സാണ്, ഇവരുടെ നേതാക്കന്മാരാണ്. ആ സാബിഖീങ്ങളുടെ കൂട്ടത്തിലുള്ളതാരാ? അമ്പിയാക്കളുണ്ട്, മുർസലീങ്ങളുണ്ട്, അമ്പിയാക്കളുണ്ട്, സിദ്ദീഖീങ്ങളുണ്ട്, വശുഹദാ, രക്തസാക്ഷികളുമുണ്ട്. വഹും അഖല്ലു അദദൻ മിൻ അസ്ഹാബിൽ യമീൻ. അസ്ഹാബുൽ യമീനിനേക്കാൾ എത്രയോ കുറവാണിവർ. അസ്ഹാബുൽ യമീനിനേക്കാൾ എത്രയോ കുറവാണിവർ. അസ്ഹാബുൽ യമീൻ ഇങ്ങനെ കഷ്ടിച്ചു സ്വർഗാവകാശം നേടിയവരാണല്ലോ. അതിന് അസ്ഹാബുൽ യമീനെ കുറിച്ച് പറയുന്നുണ്ട്. അസ്ഹാബുൽ യമീനെ പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നത് ഇന്ന് നിങ്ങൾ ഓതിയപ്പോ കേട്ടാണ്, സുല്ലത്തുൻ മിനൽ അവ്വലീൻ വ സുല്ലത്തുൻ മിനൽ ആഖിരീൻ. മുൻഗാമികളിലും ഇഷ്ടം പോലെയുണ്ട്, പിൻഗാമികളിലും ഒരു കൂട്ടം തന്നെയുണ്ട്. രണ്ടു വിഭാഗത്തിലും ഒരു കൂട്ടമുള്ളത് കൊണ്ട് ഉണ്ടാകൂല. അതെന്തുകൊണ്ടെന്ന് ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ പറയാം. മുൻഗാമികൾ ഒരു കൂട്ടം എന്നെങ്ങനെ പറഞ്ഞു എന്നതൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് ചർച്ച ചെയ്യും. അപ്പോൾ ഇവർ വളരെ കുറവായിരിക്കും. തെരഞ്ഞെടുക്കപ്പെട്ട സെലക്ടഡ് വിഭാഗം, അതാണ് സാബിഖീങ്ങൾ എന്ന് പറയുന്ന വിഭാഗം. ഇത് തന്നെയാണ് അല്ലാഹു തആല സൂറത്തുൽ മലായികയിലും പറഞ്ഞത് കാണാം. സൂറത്തുൽ മലായികയിൽ അല്ലാഹു തആല ജനങ്ങളെ ഇങ്ങനെ മൂന്നായി വിഭജിച്ചത് കാണാം. സൂറത്തുൽ മലായിക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഖുർആനിൽ നോക്കുമ്പോൾ തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ സൂറത്തുൽ മലായിക എന്നാണ് പരിചയപ്പെടുത്തിയത്. ഖുർആൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു അധ്യായം കാണാത്തതിൽ ബേജാറാകരുത്. സൂറത്തു ഫാത്തിറിന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ മലായിക. ആ സൂറത്തു ഫാത്തിറിന്റെ 32-ാം വചനത്തിൽ പറഞ്ഞു, സുമ്മ ഔറത്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മളെ അടിമകളിൽ നിന്ന് നാം തെരഞ്ഞെടുത്തവർക്ക് നാം കിതാബ് നൽകി. നമുക്ക് ഖുർആന നൽകിയവർ, ഇങ്ങനെ തൗറാത്ത് നൽകിയവർ, ഇൻജീൽ നൽകിയവർ, സബൂർ നൽകിയവർ, ഇങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളും പലർക്കും നൽകി, ഏടുകളും ഗ്രന്ഥങ്ങളും ഒക്കെ നൽകി. അപ്പോൾ ആ ഗ്രന്ഥം കയ്യിൽ കിട്ടിയപ്പം അവരെന്തു ചെയ്തു? ഫമിൻഹും ബാലിമുൽ ലിനഫ്സി വമിൻഹും മുഖ്തസിദുൻ വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്. ഇതേ രൂപത്തിൽ മൂന്ന് വിഭാഗമായി വിഭജിച്ചു. അപ്പൊ ജനങ്ങളിലുണ്ട്, ആകെ നോക്കുമ്പോൾ മൊത്തം ജനങ്ങളിലുണ്ട് ബാലിമുൽ ലിനഫ്സിഹി, സ്വന്തം ശരീരത്തോട് വലിയ അക്രമം ചെയ്തവരുണ്ട് കൂട്ടത്തിന്. ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കഠിനമായ അക്രമം ചെയ്ത ഒരുപാട് ആളുകൾ, തോന്നിയതുപോലെ ജീവിച്ച് തെറ്റുകുറ്റങ്ങൾ ചെയ്തു നീങ്ങിയവരുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. അവരുടെ കൂട്ടത്തില് സ്വന്തം ശരീരത്തെ ആക്രമിച്ചവരുണ്ട്. താന്തോന്നികളായിട്ട് നീങ്ങിയവരുണ്ട്, റൗഡികളായി ജീവിച്ചവരുണ്ട്. ഈ റൗഡികളെയൊക്കെ അല്ലാഹു വിളിക്കുന്നുണ്ട് സൂറത്തുൽ വാഖയിലൂടെ. അല്ലയോ റൗഡികളെ എന്ന് വിളിക്കാൻ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ വിളിക്കാം. എന്താ അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്? അതൊക്കെ കേട്ടാൽ ശരിക്കും ഉറപ്പാണ്, ശരിക്ക് തട്ടേണ്ടതുപോലെ അങ്ങ് തട്ടിയാൽ ഒരാഴ്ചത്തേക്ക് അന്നനാളത്തിലൂടെ ഭക്ഷണം ഇറങ്ങൂല.
പക്ഷെ എന്താ നമുക്കതൊന്നും തട്ടുന്നില്ല, ശരിക്കും ഈമാനില്ല എന്ന കുഴപ്പം കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. എത്ര ചർച്ച ചെയ്താലും പിന്നെയും നമ്മൾ വയറു വീർപ്പിച്ച് നമുക്ക് തിന്നാൻ കഴിയും. സംഗതി ശരിക്കും ഈമാൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഏറ്റുകഴിഞ്ഞാൽ, ഏൽക്കേണ്ടതുപോലെ നെഞ്ചിലങ്ങ് തറച്ചു കഴിഞ്ഞാൽ ഒരനക്കം തെറ്റു ചെയ്യില്ല മനുഷ്യൻ. വല്ലാത്ത പ്രയോഗങ്ങളാണ്. സ്വന്തം ശരീരത്തെ ആക്രമിക്കുന്നവരുണ്ട്, മധ്യമായ നില സ്വീകരിക്കുന്നവരുമുണ്ട്. അവരിൽ നന്മയും ചെയ്യും തിന്മയും ചെയ്യും ഒക്കെ ഉണ്ട്. അവരാ ജസ്റ്റ് അഡ്മിഷൻ ലഭിക്കുന്ന ഒരു സ്വർഗത്തിലേക്ക്. നമ്മൾ അസ്ഹാബുൽ യമീനാണ്. മുഖ്തസിദ് മിതമായ ഒരു റൂട്ടുള്ളവരും ഉണ്ടാക്കൂട്ടത്തിൽ. അതേസമയം അവരുടെ കൂട്ടത്തിൽ അവരെ കൂട്ടത്തിൽ സൽക്കർമ്മങ്ങളെ കൊണ്ട് ഉളരുന്നവരുമുണ്ട്, സൽക്കർമ്മത്തിൽ മുന്നേറുന്നവരുമുണ്ട്. എന്തൊക്കെ നന്മയുണ്ടോ ആ നാട്ടിൽ എന്തു നന്മ നടക്കുന്നുണ്ട് അതിന്റെയൊക്കെ മുമ്പിൽ അവനുണ്ടാവും. ചീത്ത അവിടെ ഒന്നും അവന്റെ ഹാജരുണ്ടാവില്ല. അവിടെ പൂർണ്ണമായി അവൻ ആബ്സെന്റായി. നേരെ മറിച്ചോ മറ്റോടത്ത് അവൻ ഉറപ്പാണ്. നന്മയുടെ പക്ഷത്ത് എവിടെ നല്ലത് നടക്കുന്നുണ്ടോ, ഹൈറ് നടക്കുന്നുണ്ടോ, മൂപ്പരവിടെ ഉണ്ടാകും. ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അവരാണ് മുഖറബീങ്ങൾ, അവരാണ് സാബിഖീങ്ങൾ. ഇങ്ങനെ മുന്നേറാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇവർ. അപ്പോ വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, നന്മയുടെ പക്ഷത്ത് മുന്നിൽ നിൽക്കുന്നവർ അവരെല്ലായിടത്തും മുന്നിൽ തന്നെ, എല്ലായിടത്തും മുന്നിൽ തന്നെയാണ് അവര്. സാബിഖീങ്ങൾ തന്നെ. അവരെ സംബന്ധിച്ചിടത്തോളം, സാബിഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അവരെവിടെ നന്മയുണ്ടെന്ന് കേട്ടാലും വിശ്വാസത്തിലാവട്ടെ കർമ്മത്തിലാവട്ടെ ആ വിഷയത്തിലൊക്കെ അവർ ഒന്നാം സഫിൽ നമുക്ക് കാണാൻ. വിശ്വാസത്തിലാണെങ്കിൽ അവർ ഒന്നാം സഫിലാണ്, കർമ്മത്തിന്റെ വിഷയത്തിൽ അവർ ഒന്നാം സഫിലാണ്. എവിടെയും അവർ ഒന്നാം സഫിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എല്ലാ നന്മയിലും മുന്നേറുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അതിനർത്ഥം കൊടുത്തു. നന്മയിലേക്ക് മുന്നേറുന്നവർ സ്വർഗത്തിൽ മുന്നേറുന്നവരാണ്. അതായത് നേരത്തെ അർത്ഥം പറഞ്ഞു, ഇവിടെ എ ഗ്രേഡുകാർ അവിടെയും എ ഗ്രേഡുകാരാണ്. പക്ഷേ ഇനി അവിടെ ചില്ലറ വിശദീകരണങ്ങളിൽ, ചില വിശദീകരണങ്ങളില് ചില പ്രത്യേക അമലുകൾ എടുത്തു പറഞ്ഞത് കാണാം. അതിനെക്കുറിച്ച് മഹാന്മാരുടെ അഭിപ്രായം എന്ത്, അതും കൂടെ നമുക്ക് നോക്കാം. എന്തിന് നമ്മളൊക്കെ ഈ കാര്യത്തിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് എന്നും കൂടെ ഒന്ന് ചിന്തിക്കാലോ. അതിനുവേണ്ടി ഇപ്പൊ ഉദാഹരണം ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. അതായത് ഓരോ സമയത്തും വേണ്ടത് ആ അമലിൽ ഒന്നും കൊണ്ട് പ്രേരിപ്പിക്കലായിരിക്കും അള്ളാഹുവിന്റെ ലക്ഷ്യം, അള്ളാഹുവിന്റെ റസൂലിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ സഹാബത്തിന്റെ ലക്ഷ്യം. അപ്പൊ അവര് സാബിഖീങ്ങൾക്ക് കൊടുക്കുന്ന വ്യാഖ്യാനം അതായിരിക്കും. ഇപ്പൊ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത് എന്നുള്ള ഉത്ബോധനം നടത്താൻ പോവുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാബിഖീങ്ങളുടെ വ്യാഖ്യാനം കൊടുക്കുക, അളവിലും തൂക്കത്തിലും കുറവ് വരുത്താത്ത. കാരണം അപ്പോഴേ അത് തട്ടുള്ളൂ. കാരണം എല്ലാ ഹൈറിലും മുന്നിൽ നിൽക്കുന്നവരെന്നാണ്. അപ്പൊ എല്ലാ ഹൈറും എന്ന് പറയുമ്പോൾ ഇതും പെടും, എല്ലാ ഹൈറും എന്ന് പറയുമ്പോൾ ഈ ഒരു നല്ല സ്വഭാവം അതിൽ പെടും. അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് വ്യാഖ്യാനം കൊടുക്കും. ആയിഷ ബീവി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഞങ്ങളോട് ചോദിച്ചു, അതദ്റൂന മനിസ്സാബിഖൂൻ ഇലാ ളിൽ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ തണലിലെ അർശിന്റെ തണലിലേക്ക് മുന്നേറുന്ന, അതിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരാണെന്നറിയോ സഹാബാ? നബിതങ്ങൾ സദസ്സിനോട് ചോദിച്ചു. ഖാലു സഹാബത്തൊക്കെ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. നബിയെ, അല്ലാഹുവും അവന്റെ പ്രവാചകനും മാത്രമേ അറിയൂ, ഞങ്ങൾക്കറിയില്ല. നബിതങ്ങൾ പറഞ്ഞു, ഖാല അല്ലദീന ഇദാ ഉഅ്തുൽ ഹഖ്ഖ ഖബിലൂ, അല്ലദീന ഇദാ ഉഅ്തുൽ ഹഖ്ഖ ഖബിലൂ. നബി പറഞ്ഞു, അവകാശം അവർക്ക് കൊടുത്താൽ ഖബിലൂ, അവരത് സ്വീകരിക്കും. അവകാശപ്പെട്ടത് കൊടുത്താൽ അവരത് സ്വീകരിക്കും. അവരാണ് സാബിഖീങ്ങൾ. അവകാശപ്പെടാത്ത 5 കാശും അവർ സ്വീകരിക്കില്ല, അവകാശപ്പെട്ടത് സ്വീകരിക്കും. അത് സ്വീകരിക്കാതിരിക്കണം എന്നില്ല സാബിഖാകണം. എനിക്ക് അവകാശപ്പെട്ടതും തള്ളണമെന്നില്ല, എനിക്ക് അവകാശപ്പെട്ടത് സ്വീകരിക്കാം. ഇദാ ഉഅ്തുൽ ഹഖ്ഖ ഖബിലൂ, അവർക്ക് അവകാശപ്പെട്ടത് കൊടുത്താൽ അവരത് സ്വീകരിക്കും. വഇദാ സുഇലൂഹു ബദലൂ, അവരുടെ ഭാഗത്തു നിന്ന് അവകാശം ചോദിക്കുകയാണെങ്കിൽ അവരത് കൊടുക്കും. നിങ്ങൾ കൊടുക്കാനുള്ള സക്കാത്ത് കൊടുക്കും, നിങ്ങൾ കൊടുക്കാനുള്ള സ്വതക്ക കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിനും തയ്യാറാണ്. ഇങ്ങോട്ട് കിട്ടാനുള്ളത് വാങ്ങും ചെയ്യും, അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊടുക്കും ചെയ്യും. കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്, ഏർപ്പാടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് കൊടുക്കേണ്ടി വൃത്തിയായിട്ട് കൊടുക്കും, ഇങ്ങോട്ട് കിട്ടാനുള്ളതും വാങ്ങും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു,
മറ്റുള്ള ജനങ്ങൾക്ക് വിധി കൽപ്പിക്കുന്ന പോസ്റ്റിൽ ഇവർ നിൽക്കുകയാണെങ്കിൽ മറ്റു ജനങ്ങൾക്ക് വിധി കൽപ്പിക്കുന്ന ഒരു പോസ്റ്റിൽ നിൽക്കേണ്ടി വന്നാൽ സ്വന്തത്തിന് വേണ്ടി വിധിക്കും പോലെ അവർ വിധിക്കും എന്ന് പറഞ്ഞാൽ വിധിയിൽ ഒരിക്കലും അനീതി ഉണ്ടാവില്ല. ഇയാൾ ജഡ്ജാണ്. അപ്പൊ കേസിൽ വിധി പറയുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യും? നീതിയോടുകൂടി വിധി പറയും. അല്ല, പ്രതി ആരാണെന്ന് നോക്കി അവൻ അനുകൂലവും പ്രതികൂലവുമായിട്ട് വിധി പറയാൻ നിന്നാൽ സ്ഥാപിക്കാവൂല. ജഡ്ജ്മെന്റ് നടത്തുന്ന സമയത്ത് നീതിന്യായത്തോടു കൂടിയായിരിക്കണം. അവനാണ് യഥാർത്ഥത്തിൽ സാബിഖ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങൾ പഠിപ്പിച്ച ഈ 3 കാര്യങ്ങളിലും വരുന്നത് നീതി കൈമുതലാക്കിയവർക്ക് മാത്രമേ സാബിഖാകാൻ കഴിയൂ. അനീതി ആരുടെ പക്ഷത്തുണ്ടോ അവന് സാബിഖാകാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുന്നത്തും മിനൽ അവ്വലീന വ ഖലീലും മിനൽ ആഖിരീൻ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കേസിൽ വിധി പറയുകയാണ്. കേസിൽ പ്രതിയായെത്തിയിരിക്കുന്നത്, വാദിയും പ്രതിയുമായെത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ തന്റെ ഒരു കൂട്ടുകാരനും അലി റളിയല്ലാഹു അൻഹു മറ്റൊരാളും തമ്മിലൊരു ചെറിയ പ്രശ്നം. അതിന് വിധി പറയാൻ ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ എന്ന കാലത്താണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്താണ് വിധി പറയേണ്ടത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. അതുകൊണ്ട് തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇതിൽ തീർച്ചയായിട്ടും നിരപരാധിയാണ്. തെറ്റു ചെയ്തിരിക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള കൂട്ടുകാരനാണ്. അയാളാണ് വാദിയും പ്രതിയും അലിയും ഈ കൂട്ടുകാരനുമാണ്. അപ്പൊ രണ്ടുപേരും മുമ്പിൽ വന്ന് നിൽക്കുന്നു. അവിടെ അള്ളാഹുവിന്റെ റസൂൽ എടുത്ത തീരുമാനം എന്താ? അതാ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എടുത്ത തീരുമാനം എന്താ? ഉമർ റളിയല്ലാഹു അൻഹു നീതിന്യായമായി മാത്രമേ വിധിക്കൂ. ഉമർ റളിയല്ലാഹു അൻഹു നീതിയുടെ പ്രതീകമാണ്, നമുക്കറിയാം. ഉമർ നഹീതോ അദാലത്ത് നഹി. ഉമർ ഇല്ലെങ്കിൽ നീതിയില്ല. അതുകൊണ്ട് തന്നെ നീതി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നീതിയുടെ പ്രതീകമാണ് റളിയല്ലാഹു അൻഹു എന്ന് നമുക്കറിയാം. ആ ഉമർ റളിയല്ലാഹു അൻഹു എന്തായാലും നീതിയോടുകൂടിയേ വിധിക്കുള്ളൂ. പക്ഷെ അവിടെയല്ല. ജഡ്ജ്മെന്റ് നടത്തുന്നിടത്ത് തന്നെ ബഹുമാനപ്പെട്ടവർ കർശനമായ നിലപാട് സ്വീകരിക്കുക. അലി റളിയല്ലാഹു അൻഹു വലിയ ബഹുമാനമുള്ള ആളല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാണ് എന്നല്ല, അലി റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് ക്രെഡിറ്റ് ഉണ്ട്. ധീരനായ അലി റളിയല്ലാഹു അൻഹു, ധീരനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈനാരുടെ പിതാവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇനി 4ാം ഖലീഫയായി അവരോധിക്കപ്പെടാൻ പോകുന്ന മഹാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എല്ലാ നിലക്കും മഹത്വമുണ്ട്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കേസിന്റെ വിധി കേൾക്കാൻ വന്നപ്പോ വിഐപിസ് വന്നിരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ മാറി നിന്നു. മറ്റേ കൂട്ടുകാരൻ അവിടെയാണ് കേസിന്റെ വിധി കേൾക്കാൻ. അപ്പൊ അലി ഇബ്നു അബീ ത്വാലിബിനെ ഇവിടെ നിർത്തിയാൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിന് തോന്നി അതാ സുഹൃത്തിനൊരു മാനസിക വിഷമുണ്ടാക്കുവോ. കാരണം ഞാനും ഇയാളിപ്പോ വാദിയും പ്രതിയാ, എന്നിട്ട് അലിയാർക്ക് ഇപ്പൊ ഒരു ഉന്നത ചെയറൊക്കെ കൊടുത്തിട്ട് പിന്നെ വിധി പറയുകയാണെങ്കിൽ ഉറപ്പല്ലേ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഉണ്ടാവുള്ളൂ. നീതി തന്നില്ല ഉമർ എന്ന് ചിന്തിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ നോക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ശക്തമായൊരു ഉത്തരം, യാ അബുൽ ഹസൻ, അബുൽ ഹസൻ, മാറി നിൽക്കണം അങ്ങോട്ട്. നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റിൽ നിൽക്കണം. നിങ്ങൾ ഇപ്പോൾ ഇരിക്കേണ്ടത് ഇവിടെയല്ല. സുബ്ഹാനല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിന്ന് വിറക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയി. ഒക്കെ കഴിഞ്ഞതിന് ശേഷം വിധിയൊക്കെ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിനോട് പിന്നീട് സ്വകാര്യമായിട്ട് വിളിച്ചു. എന്തെങ്കിലും തോന്നിപ്പോകാൻ പാടില്ലല്ലോ. അലി ഇബ്നു അബീ ത്വാലിബിനെ റസൂലുള്ളാഹിയെ വല്ലാതെ ബഹുമാനിച്ചതാ. ആ അലിയാർക്ക് എന്നോടൊരു വിഷമം തോന്നിയാൽ ഞാൻ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് അലിയാരെ സ്വന്തമായിട്ട് വിളിച്ചിട്ട് ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട്, ഒന്ന് മനസ്സിനൊന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് വിളിച്ചു. അലി, ഞാൻ അപ്പൊ നിങ്ങളോട് അങ്ങനെ പറഞ്ഞപ്പോ മാറി നിൽക്ക് അബുൽ ഹസൻ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വിഷമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർത്തും 100% എനിക്ക് വിഷമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ചു. അല്ല അലി, ഞാൻ നീതിയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ എനിക്ക് പറ്റുമോ അലി? നിങ്ങൾ പറ. നിങ്ങളോട് എനിക്ക്
മാറി നിൽക്കാൻ പറയുന്ന സമയത്ത് നിങ്ങളോട് അങ്ങോട്ട് മാറി നിൽക്കൂ എന്ന് പറയാതെ ഞാൻ നിങ്ങളെ ആ സ്റ്റേജിലിരുത്തി ഞാൻ വിധി പറയുകയാണെങ്കിൽ അവരെന്ത് വിചാരിക്കും അറിയാം. അപ്പൊ ഞാൻ നീതിമാനായ ഭരണകർത്താവാണെങ്കിൽ ഞാനത് ചെയ്യണ്ടേ. അതുകൊണ്ട് അലി നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണം. നിങ്ങൾ എന്താണ് ഈ ചെയ്തിരിക്കുന്നത്? എന്നോട് ഇത്ര വലിയ വെറുപ്പ് നിങ്ങൾക്ക് അതിലുണ്ടോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തീർത്തുമുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്താ വെറുപ്പുണ്ടാകാനുള്ള കാരണം? കാരണം ഞാൻ നീതിയെ ചെയ്തിട്ടുള്ള എന്റെ വിശ്വാസപ്രകാരം. അപ്പൊ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നിങ്ങൾ നീതി ചെയ്തില്ല, അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ നീതിയല്ല ചെയ്തത്, അതുകൊണ്ടാണ് എനിക്ക് വെറുപ്പ്. ഞാൻ അങ്ങനെ അറിയാതെ സാധാരണ വരുമ്പോലെ ഒന്ന് നിന്നു. അപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്താ? യാ അബുൽ ഹസൻ, അബുൽ ഹസൻ അവിടെ പോയി നിൽക്കുന്ന പറഞ്ഞത്. നിങ്ങൾ ആ സമയത്ത് തന്നെ അബുൽ ഹസൻ എന്ന് വിളിച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ എന്നെ വിളിക്കേണ്ടത് എന്റെ പച്ച പേരായിരുന്നു. അലി മാറങ്ങോട്ട് എന്നാ പറയേണ്ടത്. നിങ്ങൾ എനിക്ക് നീതി തന്നില്ല. നിങ്ങൾ എന്റെ ഓമന പേര് വിളിച്ചത് തീരെ നീതിയായില്ല. എന്നെ ബഹുമാനിക്കേണ്ട സ്ഥാനമായിരുന്നില്ല. എനിക്ക് അതിലാ വെറുപ്പ്. അല്ല നിങ്ങൾ എന്നോട് പറഞ്ഞതിനല്ല. നിങ്ങൾ എന്തിനാ എന്നെ ആദരിച്ചത് എന്നുള്ളതിലായിരിക്കും വിഷമം. നോക്കൂ നിങ്ങൾ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ രീതിയാണത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ രീതിയാണത്. ഇവരൊക്കെ നിയമം നടത്തിയിരുന്ന രൂപം കണ്ടില്ലേ? ഇവരാണ് സാബിഖീങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അബീ സൗദ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ല, ഉസ്മാൻ ഇബ്നു അബീ സൗദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ഈ ആയത്ത് ഇങ്ങനെ ഓതി സൂറത്തുൽ വാഖിയയിൽ, വസ്സാബിഖൂന സാബിഖൂൻ. ഇവിടെ നന്മയുടെ പക്ഷത്ത് മുന്നിലുള്ളവർ നാളെ സ്വർഗ്ഗത്തിലും മുന്നിലാണ്. ഉലൈകൽ മുഖറബൂൻ, അവർ അല്ലാഹുവിന്റെ സാമീപ്യം നേടിയവരാണ് എന്ന ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ അദ്ദേഹം ചോദിച്ചു അവരാരാ നിങ്ങൾക്ക് അറിയുമോ? അദ്ദേഹം ഇങ്ങനെ ഓതുകയാണ്. അപ്പൊ അതിന്റെ തഫ്സീറും കൂടെ പഠിപ്പിക്കുകയാണ്. അവരാരാ നിങ്ങൾക്ക് അറിയോന്ന് വെച്ചു സഹാബത്തിനോട്, കൂട്ടുകാരോട്. എല്ലാരും പറഞ്ഞു അറിയൂല. ആരാ? നിങ്ങൾ പറ. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുത്തു, അവ്വലുഹും റവാഹൻ ഇലൽ മസ്ജിദ്, പള്ളിക്ക് ആദ്യം പോകുന്നവർ. ജുമാഅക്ക് ഉണ്ടാകും, ഇമാമിന്റെ 2 ഖുത്ബയും കഴിഞ്ഞ് ദുആയും കൂടെ കഴിഞ്ഞിട്ട് കയറി വരുന്നവർ. ഓൽക്ക് കിട്ടൂല. പള്ളിയിൽ ആദ്യമായി എത്തുന്നവർ, പള്ളിയിലേക്ക് ഒന്നാം സഫിൽ എത്തുന്നവർ, പള്ളിയിലേക്ക് ആദ്യമായി പുറപ്പെടുന്നവർ. അവ്വലുഹും റവാഹൻ, ആദ്യമായി പുറപ്പെടുന്നവരിൽ മസ്ജിദി, പള്ളിയിലേക്ക്, അവരാണ് സാബിഖീങ്ങൾ. കാരണം അതൊരു ഖൈറാണ്. ഖൈറിലേക്ക് മുന്നേറുന്നവർ അത് എല്ലാ വിഷയത്തിലും പെടും. എന്നിട്ട് പറഞ്ഞു അവ്വലുഹും ഖുറൂജൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സമരം ചെയ്യാൻ ആദ്യം പുറപ്പെടുന്നവർ, പള്ളിയിലേക്ക് ആദ്യം പോകുന്നവർ. അപ്പൊ സമരമുറ്റത്ത് ഒന്നാം സഫിലുള്ളവർ അവർ സാബിഖീങ്ങളാ. പള്ളി ഒന്നാം സഫിൽ കാണുന്നവർ സാബിഖീങ്ങളാ. ഇത്തരം പരിപാടിയിൽ ഒന്നാം സഫിൽ കാണുന്നവർ സാബിഖീങ്ങളാണ്. ഒരിക്കലും പിന്നോട്ട് മാറരുത്. നല്ല പരിപാടികളിലൊക്കെ നാം മുന്നോട്ട് വരണം. പക്ഷേ നമുക്കെന്തോ നന്മയോടൊക്കെ ഒരു അറപ്പാണ്, നമുക്കൊക്കെ നന്മയോടൊരു വെറുപ്പാണ്. അങ്ങനെ കുറെ അഭിപ്രായങ്ങൾ ഇങ്ങനെ എടുത്തുദ്ധരിച്ചതിന്റെ ശേഷം ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന വഹാദിഹിൽ അഖ്വാലു കുല്ലുഹാ സ്വഹീഹ, ഈ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇതൊക്കെ സാബിഖീൻ എന്ന് പറഞ്ഞതിന്റെ, വസാബിഖൂൻ എന്ന് പറഞ്ഞതിന്റെ തഫ്സീറാണ്. കാരണം എന്താ? ഫഇന്നൽ മുറാദ ബിസ്സാബിഖീൻ, കാരണം അല്ലാഹു സാബിഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുമുൽ മുബാദിറൂന ഇലാ ഫിഇലുൽ ഖൈറാത്ത്, നന്മ ചെയ്യുന്നതിലേക്ക് മുന്നേറുന്നവരെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു പറഞ്ഞില്ലേ, സാരിയൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദു, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗത്തിലേക്കും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ ഉളരുക. ആലു ഇംറാൻ 133. മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ ഹദീദിന്റെ 22-ാം വചനത്തിൽ അല്ലാഹു പറഞ്ഞു, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. ഇതേ ആശയം, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും തന്നെ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ ഉളരുക എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ചെയ്തു പോയ പാപങ്ങളൊക്കെ പൊറുപ്പിക്കാൻ നോക്ക്, പരമാവധി ഖൈറായ കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നോക്ക്. ആരാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു? ദാ മഗ്ഫിറത്തിന്റെ 10 കയ്യാണ്. മഗ്ഫിറത്തിന്റെ 10 കയ്യാണ്. ഇന്നും കൂടെ അവസരമുള്ളൂ, നാളെയും കൂടെ അവസരം. അതോടുകൂടി കഴിഞ്ഞു. ആരൊക്കെ അവരുടെ പാപങ്ങൾ പൊറുപ്പിച്ചു? അല്ലാഹു പാപം പൊറുപ്പിക്കാൻ തന്ന അവസരമായിരുന്നു. ശരിക്കും മനസ്സിൽ തട്ടി ചിന്തിക്കണം. ഞാൻ ഈ 10 10,000 വട്ടം തന്നെയെങ്കിലും അല്ലാഹുമ്മ ഗ്ഫിർലി
ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞോ. അതാ മഗ്ഫിറത്തിലേക്ക് മുന്നോട്ട് വരണം. നല്ല കാര്യമാണ് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്, കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കാൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് എന്തായാലും ഈ വേദിയിൽ ഇത്രയും ആളുകൾ ഒരുമിച്ചിരുന്ന് ഒരേ സ്വരത്തിൽ ചൊല്ലിയാൽ അല്ലാഹു പൊരുത്തപ്പെടുമല്ലോ. ഒരു 3 വട്ടം നമുക്ക് ചൊല്ലാം. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എന്നോട് നീ പൊറുക്കണേ തമ്പുരാനെ. എത്ര വലിയ അർത്ഥമുള്ള വാക്ക്. ഇത് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ പാപമൊക്കെ പൊറുപ്പിക്കാനുള്ള അവസരം 2ാമത്തിലുണ്ട് എന്നാ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചില്ല, നമ്മളത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. നമ്മൾ ആ ഭാഗത്തേക്ക് തീരെ ശ്രദ്ധിച്ചില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതുകൊണ്ടാ പറഞ്ഞത്, മുൻഗാമികള് അവർ ഈ വിഷയത്തിലൊക്കെ നന്മയുടെ വിഷയത്തിൽ എപ്പോഴും 1ാം സഫിൽ കാണപ്പെടാൻ കാരണം അവരിങ്ങനെ ബാഖിയാത്തു സാലിഹാത്ത് എവിടെ ഉണ്ടോ അത് കിട്ടുമോന്ന് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. നമുക്ക് കുറച്ച് സാബിഖ്യങ്ങളെ പരിചയപ്പെടണം. അപ്പോഴേ നമുക്ക് ഈ വിഷയം ശരിക്കും തലേ കയറും. കുറച്ച് സാബിഖ്യങ്ങളെ നമുക്ക് പരിചയപ്പെട്ടാൽ അൽഹംദുലില്ലാഹ് ഈ വിഷയം തലേ കയറും. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു പ്രഥമമായ സാബിത്തിനെ പറയാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളൊക്കെ അഭിപ്രായം പറയും. 1ാമത്തെ സാബിക്കിനെ നമ്പർ 1 സാബിത്ത്, നമ്പർ 1 മുഖറബ്. അദ്ദേഹത്തിന്റെ പേര് പറയാന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ. അദ്ദേഹത്തിന്റെ പിന്നിലെ മഹാനവറുകളുടെ പിന്നിലെ ലോകത്തുള്ള എല്ലാവരുമുള്ളൂ. ബഹുമാനപ്പെട്ടവരുടെ പിന്നിലേ ഉള്ളൂ ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബിന് സാധിക്കുമോ? ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് വലിയ മഹാനാണ്, പക്ഷേ സിദ്ദീഖുൽ അക്ബറിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു ദിവസം അങ്ങനെ നിയ്യത്ത് വെച്ചില്ലേ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു? അത് പറ്റും ചെയ്യുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വിഭാഗം ഏതോ ഒരു കോളനിക്കാർ റസൂലുള്ളാഹിന്റെ അടുത്ത് വിശന്ന് വലഞ്ഞ് കയറി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊന്ന് പോയിട്ട് വീട്ടിൽ എന്താ ഉള്ളതെങ്കിൽ കൊണ്ടുപോയി സാധുക്ക് കൊടുക്കാനാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എല്ലാവരും ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലൊരു നിയ്യത്ത് വെച്ചു. എന്ന് നോക്കിയാലും നന്മയുടെ വിഷയത്തിൽ എനിക്ക് ഉമർ ഇബ്നുൽ സിദ്ദീഖിനെ പരാജയപ്പെടുത്താൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ഉമർ അവസരം നേടും. ഇന്ന് ഉമർ അവസരം നേടും. അതെന്താ? സിദ്ദീഖ് റളിയല്ലാഹുവിനെ തോൽപ്പിക്കാനല്ല, എനിക്ക് സിദ്ദീഖിനേക്കാൾ ഉഷാറാകണമെന്ന് കരുതി. അത് പറ്റുമല്ലോ. ഹസദ് 2 കാര്യത്തിലേ അനുവദിക്കുള്ളൂ. ഒന്ന്, ഒരു വലിയ പണ്ഡിതനെ കാണുമ്പോൾ അയാളെക്കാൾ എനിക്ക് ഇൽമുണ്ടാവണം എന്ന് ആഗ്രഹിക്കണം. അല്ലാതെ അയാളെ ഇൽമൊക്കെ പോവട്ടെ എന്നല്ല, അയാളെക്കാൾ എനിക്ക് ഇൽമുണ്ടാവണം. അതുപോലെ തന്നെ നല്ല സ്വതക്ക ചെയ്യുന്ന ഒരു മുതലാളിയെ കാണുമ്പോൾ എന്താ എനിക്കും അല്ലാഹു കുറെ റഹ്മത്ത് തന്നിട്ടില്ലേ, ഞാനും കൊടുക്കട്ടെ, അയാളെക്കാൾ വലിയ ധർമ്മിഷ്ഠൻ ഞാനാകും. ഈ 2 കാര്യത്തിൽ മാത്രമേ ഹസദുള്ളൂ. നബിതങ്ങൾ പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ, 2 കാര്യത്തിലല്ലാതെ ഹസദില്ല. ആ 2 കാര്യത്തിലേ അസൂയുള്ളൂ. പക്ഷെ ആ 2 കാര്യത്തിലും നമുക്ക് ലവലേശ അസൂയ ഉണ്ടാവില്ല. അങ്ങനെ ഇത് 2 ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇത് മോനെ ഈ ഒരിക്കലും തോൽക്കൂല, ഈ മുന്നിൽ തന്നെ ആയിരിക്കും. കാരണം നമുക്ക് അങ്ങനെ അസൂയ ഉണ്ടാവില്ല. നമുക്ക് അസൂയയും കുശുമ്പും കിബറും ഇൻഷാ അല്ലാഹ് വരാൻ പോകുന്നുണ്ട്. ലാ യസ്മഊന ഫീഹാ മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. അവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ കുശുമ്പിന്റെ ലോകം, കുശുമ്പില്ലാത്ത ലോകമാണ് സ്വർഗ്ഗം. കുശുമ്പില്ലാത്ത ലോകം സ്വർഗ്ഗം മാത്രമാണ്. അഹങ്കാരമില്ലാത്ത ലോകം, വെറുപ്പില്ലാത്ത മുറുമുറുപ്പില്ലാത്ത ലോകം, അത് നമുക്ക് സ്വർഗം മാത്രമേ കാണാൻ കഴിയുള്ളൂ. ലോകത്തത് കഴിയൂല. ഈ ലോകത്ത് വെച്ച് നമുക്കൊരിക്കലും അങ്ങനെ ഒന്നും കാണാനും അനുഭവിക്കാനും കഴിയില്ല എന്നതൊരു സത്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യാം. റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ആഗ്രഹിച്ചത് തെറ്റല്ല. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി പരമാവധി വീട്ടിലുള്ള മുഴുവൻ വസ്തുവകകളും പിടിച്ചു പുറത്തിട്ടു. എന്നിട്ടൊക്കെ നേർപകുതിയാക്കി. പലക ഉണ്ടോ, ആ പലക എടുത്തെടുത്തിട്ട് നേർപകുതിയാക്കി. എന്നിട്ട് എല്ലാം കൂടെ വലിയൊരു കെട്ടിലാക്കിയിട്ട് കൊണ്ടുവരികയാണ്. നേർപകുതി സാധനങ്ങളുണ്ട്. അതെല്ലാമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ ഉമർ റളിയല്ലാഹു സന്തോഷത്തിൽ ആ സിദ്ദീഖ് റളിയല്ലാഹു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴേക്ക് സിദ്ദീഖ് റളിയല്ലാഹു കൊണ്ടുവന്നതുമായിട്ട് സിദ്ദീഖ് റളിയല്ലാഹു ഒരു ഭാഗത്തിരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു കൊണ്ടുവന്നതുമായിട്ട് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ നല്ല കനമുണ്ട്, നല്ല വലുപ്പമുണ്ട്. അപ്പൊ കുറെ സമാധാനം തോന്നി. ഇന്ന് എന്തായാലും എന്റെ ഉദ്ദേശം പൂർത്തിയായിട്ടുണ്ട്.
ആ റാഹത്തിലാണ്. അങ്ങനെ റസൂലുള്ള ഓരോരുത്തരോടും വിചാരണ നടത്തുകയാണ്. അത് വാങ്ങുമ്പോൾ ഓരോരുത്തരോടും ഇങ്ങനെ വിചാരണ നടത്തുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക യാ ഉമർ, ഉമറേ കൊണ്ടുവന്നത് ഒരുപാടുണ്ടല്ലോ, ആ നബി എന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. മാ അബ്ഖൈത ലി അഹ്ലിക യാ ഉമർ, ചോദിച്ചോട്ടെ, ഇത് കൊണ്ടുവരുമ്പോ പൊരക്കാരെ പട്ടിണിയാക്കിയാണോ കൊണ്ടുവന്നത്? പൊരക്കാർക്ക് എന്താ ബാക്കി വെച്ചത്? മാ അബ്ഖൈത ലി അഹ്ലിക യാ ഉമർ, നീ നിന്റെ കുടുംബത്തിന് എന്ത് ശിഷ്ടം വെച്ചു ഉമറേ? ചോദിക്കുമ്പോ മറുപടി അബ്ഖൈതു ലഹും നിസ്ഫഹു യാ റസൂലല്ലാഹ്, നബിയേ ഇതിന്റെ നേർപകുതി, ഇതുപോലെ ഒരു പകുതി അവിടെ ഉണ്ട്. രണ്ട് പകുതിയായിട്ട് ഒരു പകുതി ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഒരു പകുതി അവിടെ ഉണ്ട്. ശരി, റസൂലുള്ളാഹി തങ്ങൾ സ്വീകരിച്ചു. തൊട്ടടുത്ത് സിദ്ദീഖ് ഇരിക്കുന്നു. സിദ്ദീഖിനോട് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക യാ സിദ്ദീഖ്, സിദ്ദീഖേ നീ നിന്റെ കുടുംബത്തിന് എന്താ ശിഷ്ടം വെച്ചത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലഹു, നബിയേ എന്റെ കുടുംബത്തിന് ഞാൻ ശിഷ്ടം വെച്ചിരിക്കുന്നത് അല്ലാഹുവിനെയും അവന്റെ തിരുദൂതരെയും മാത്രം, വേറെ ഒന്നും പൊരയിലില്ല, ഉള്ളതൊക്കെ കൊണ്ടുപോന്നിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ ഈ ലോകത്ത് മാ സബഖക അഹദും മിനൽ ആലമീൻ, ലോകത്തൊരു കുട്ടിക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, എന്നും നിനക്ക് ഫസ്റ്റ് ക്ലാസ്. മാ സബഖക അഹദും മിനൽ ആലമീൻ. ഈ സിദ്ദീഖുൽ അക്ബർ പോയ സ്വർഗത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ആ സാബിഖീങ്ങളുടെ ഓരത്ത് കൂടാൻ കഴിയോ എന്ന് വിചാരിക്കുന്ന നമ്മൾ എത്ര വലിയ തെറ്റാ ചെയ്യുന്നത് കൂട്ടുകാരെ, ചിന്തിക്കണം. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് സംശയമുള്ള ഒരു കൂട്ടത്തിലുണ്ടാവും. എല്ലാം പാടെ കൊണ്ടുപോകാൻ പറ്റുമോ? സിദ്ദീഖിന് മാത്രം കൊടുക്കാന്നുണ്ട്, സിദ്ദീഖിന് മാത്രം കൊടുക്കാൻ നമുക്ക് പറ്റൂല. സിദ്ദീഖിന്റെ മനക്കരുത്തുള്ളവർക്ക് കൊടുക്കാന്ന് പറയുന്നു ഇമാം റാസിയാണെന്ന എന്റെ അഭിപ്രായം. എവിടെ ഒരു ഭാഗത്ത് തഫ്സീറിൽ വായിച്ചു തോർക്കുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനക്കരുത്തായി നമുക്ക് മാത്രം പോരാ, കുടുംബം അങ്ങനെ എന്ന് പറഞ്ഞാൽ എത്ര വലിയ പട്ടിണി വന്നാലും ഈമാൻ നഷ്ടപ്പെടൂല എന്ന് ഉറപ്പുള്ളവർക്ക് മുഴുവൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് മുഴുവൻ കൊടുക്കുന്നത് ഭയങ്കര തെറ്റാണ്. കുടുംബത്തെ പട്ടിണിയാക്കിയിട്ട് ചിലർക്കുണ്ട് അങ്ങനെ ഒരു ഈമാൻ കൂടൽ. അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. ഈമാൻ കൂടൽ മൂപ്പര് ഇങ്ങനെ നടക്കുകയായിരിക്കും, എവിടെയെങ്കിലും ഒക്കെ ചുറ്റിക്കിറങ്ങി നമ്മൾ മൂപ്പരെ കാണാൻ ചിലപ്പോൾ ഏർവാടിയിൽ നിന്നായിരിക്കും, ചിലപ്പോൾ നാഗൂരിൽ നിന്നായിരിക്കും. എന്ത് പൊരയിലൊന്നും പോണില്ലേ? പൊരയില് നമുക്കറിയാം പെണ്ണുങ്ങളും കുട്ടികളൊക്കെ വളരെ കഷ്ടപ്പെട്ടാ കഴിയുന്നത്. ഇയാൾക്ക് ഇടക്കാലത്തുണ്ടായ ഒരു ആത്മീയതയാ. അങ്ങനെയാണ് കയറിയത്, ആകെ വിറ്റ് വലിച്ച് കയറി. നല്ല കച്ചവടം ഉണ്ടായിരുന്നു, കാര്യം ഉണ്ടായതൊക്കെ ആക്കി 5-6 മക്കളെയും പെണ്ണിനെയും പട്ടിണിയാക്കി അങ്ങ് കയറി. അപ്പൊ അവിടെ വെച്ചാ നമ്മൾ ഇയാളെ കാണുന്നതല്ല, നിങ്ങൾ എന്ന് പോകുന്ന കുറെ ആയ ഉസ്താദെ ഇപ്പൊ ഈ വഴിയിലായിട്ട് ഇപ്പൊ മഹാന്മാരുടെ ഒപ്പം ഇങ്ങനെ നടക്കുകയാണ്. ശരി, നിങ്ങളെ നാട്ടിൽ 5-6 മക്കളും പെണ്ണും വളരെ കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ അവരുടെ ഒരു വിവരം അറിയുന്നില്ലേ? ഉടനെ തന്നെ അയാളുടെ മറുപടി, അതൊക്കെ പടച്ചോൻ നോക്കൂല ഉസ്താദേ, പടച്ചോനല്ലേ ഭക്ഷണം നൽകുന്നത്, പടച്ചോൻ നോക്കൂലേ? ഇത്തരം ആളുകളെ അവിടുന്ന് തുടങ്ങിയിട്ട് പോരേ വരെ തല്ല, എന്നെങ്കിലും അവര് നന്നാവും. കാരണം ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് ഈ ചെയ്തത്. എത്ര വലിയ തെറ്റായി ഇവൻ ചെയ്യുന്നത് എന്ന് ഇവൻ ഓർത്തില്ല, പറ്റൂല. കാരണം എന്തുകൊണ്ട് അങ്ങനെ അവന് വലിയ മുദ്രാവാക്യം വിളിച്ച് പോകാൻ പറ്റണമെങ്കിൽ, അത്ര വലിയ സൂഫിസവും ആത്മീയതയൊക്കെ അവകാശപ്പെട്ട് പോകാൻ പറ്റണമെങ്കിൽ ആദ്യം ശ്രദ്ധിക്കാം. കുടുംബവും ഭാരം ഒന്നും ഉണ്ടാക്കി വെക്കരുത്. അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 10-50 ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ തോന്നരുത്. ദയവ് വിചാരിച്ച് ഒരിക്കലും തോന്നിപ്പോകരുത്. തോന്നിപ്പോകുന്നത് കരുതണം. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ആ കുടുംബം തന്നെ മതി. എന്താ പറഞ്ഞത്? സ്വന്തം ഭാര്യ, സ്വന്തം മക്കൾ ചെലവ് കിട്ടാതെ പാഴായി പോയാൽ നരകത്തിൽ കടക്കാൻ മറ്റൊന്നും വേണ്ട. മുഹമ്മദുർ റസൂലുള്ളാഹി. എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? ചെലവ് കൊടുക്കൽ നിർബന്ധമായവരെ പാഴാക്കി കളയൽ മതി. അതുകൊണ്ട് ഒരിക്കലും അത്തരം പരിപാടികളിലേക്ക് ആരും പോകരുത് എന്നും കൂടെ കൂട്ടത്തിൽ ഉണർത്തുന്നു. ഞാൻ പറഞ്ഞത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എത്ര വലിയ പട്ടിണിയായാലും ഈമാൻ പണയം വെക്കൂല. ദാരിദ്ര്യത്തോട് റസൂലുള്ളാഹി വല്ലാതെ അഭയം തേടിയിട്ടുണ്ട്. കാരണം ഈമാൻ അടക്കം തെറിച്ചു പോകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിനും യാതൊരു ചാഞ്ചാട്ടവും കുടുങ്ങിയില്ല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നവർക്ക് അള്ളാഹു അവരുടെ അന്നറ്റം മുട്ടിക്കൂല. അതങ്ങനെ കൊണ്ടുപോകും, ഒരു വിഷമമില്ലാതെ മുന്നോട്ട് പോകും. അപ്പൊ ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക. സാബിഖീങ്ങളുടെ ലിസ്റ്റിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റൂല എന്ന് പറയാനാണ് അത് പറഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെട്ടിട്ടില്ല. ഞാനൊരു ചെറിയ പരിചയപ്പെടുത്തൽ, സുബ്ഹാനല്ലാഹ്, അത് കേൾക്കുമ്പോഴേക്ക് നമുക്ക് അങ്ങേറ്റത്തെ സങ്കടം വരും. പടച്ചവനെ, എത്രയായിരുന്നു സിദ്ദീഖുൽ അക്ബറിന്റെ നന്മയോടുണ്ടായിരുന്ന പ്രതിബദ്ധത എന്ന് നമുക്ക് മനസ്സിലാകും.
അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം കേട്ടോ, പെട്ടെന്നാണ്, അപ്രതീക്ഷിതമായിട്ടാണ് ഒരു ദിവസം റസൂലുള്ളാഹിയുടെ കടന്നു വന്നിട്ട് അബൂ ഹുറൈറ പറയാണ്, ഒരു ദിവസം സദസ്സിൽ ഇങ്ങനെ വന്നിട്ട് നിറഞ്ഞു നിൽക്കുന്ന സദസ്സ്, ഈ സദസ്സിലാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചോ, വിഷയം വേഗം തിരിയാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ചില അപൂർവ നന്മകൾ, ചില അപൂർവ നന്മകളുടെ കാര്യത്തിൽ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിന് 100% മാർക്ക് കിട്ടിയ ഒരേ ഒരു മുഖറബ സദസ്സിലുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്? വന്നിട്ട് ആദ്യം തന്നെ അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കാൻ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ സുന്നത്ത് നോമ്പുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇന്ന് നോമ്പ് പറ്റവരാരെങ്കിലും ഉണ്ടോ? ഇന്ന് നേരം വെളുത്തപ്പോ നോമ്പുള്ളവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? സാസിനോട് ചോദിക്കാം. ഇതുപോലെ റമദാൻ മാസത്തിലാവില്ലല്ലോ ചോദിക്കണം. റമദാൻ മാസത്തിലാണെങ്കിൽ എല്ലാവരും കയ്യൊന്തിക്കൂലേ? ഒറ്റ കുട്ടി മുന്തിച്ചില്ല, സുദ്ദീഖ് മാത്രമാണ്. അപ്പൊ റമദാൻ മാസത്തിലാവൂല. എന്നാൽ അറഫ നോമ്പിന്റെ അന്നാവോ? ആവൂല. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണത്. അയ്യാമുൽ ബീദിന്റെ അന്നാവോ? ആവൂല. കാരണം എന്താ? 13, 14, 15 ഒക്കെ അവർക്ക് നോമ്പായിരിക്കും. ഇത് മഹാന്മാര് സ്വഹാബത്തിനെ കുറിച്ച് നമ്മളെ ചർച്ച, അവലീങ്ങളെ കുറിച്ചാ ചർച്ച, സുല്ലത്തും മിനൽ അവ്വലീൻ. അതുകൊണ്ട് എന്തായാലും അവർക്കൊക്കെ നോമ്പ്. അപ്പൊ അതൊന്നും ആകൂല. പിന്നെ ഇപ്പൊ എന്നായിരിക്കും നബി ചോദിച്ചത്? ഇന്ന് നോമ്പുണ്ടോ എന്ന് റസൂലുള്ള ചോദിച്ചത് എന്നായിരിക്കും? ഇന്ന് നോമ്പുണ്ടോ എന്ന് റസൂലുള്ള, നോമ്പുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് റസൂലുള്ള ചോദിച്ചത് നോമ്പ് നോൽക്കൽ ഹറാമല്ലാത്തൊരു ദിവസം, നോമ്പ് നോൽക്കൽ ഹറാമല്ലാത്തൊരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുക, ഇന്ന് നോമ്പുള്ളവരാരെങ്കിലും ഉണ്ടോ? ഒറ്റ കുട്ടി എഴുന്നേൽക്കുന്നില്ല. കാരണം സുന്നത്ത് നോമ്പൊന്നും ഇപ്പൊ എന്നും ഉണ്ടാവില്ലല്ലോ. അപൂർവ നന്മകൾ എന്ന് ഞാൻ പറയാൻ കാരണം ഈ പറഞ്ഞ 4 കാര്യം അപൂർവ നന്മകളായിരിക്കും. നിങ്ങൾക്ക് ഓരോന്നും ബോധ്യപ്പെടാൻ പോവാണ്. അപ്പൊ ഒരൊറ്റ കുട്ടിയും എഴുന്നേൽക്കുന്നില്ല. ഫഖാമ റളിയല്ലാഹു അൻഹു വഖാല അന യാ റസൂലല്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, നബിയേ ഈ പാവപ്പെട്ട സിദ്ദീഖിന് ഇന്ന് നോമ്പുണ്ട് നബിയേ. ശരി, ഞാൻ ഇന്ന് അപ്രതീക്ഷിതമായി ഞാൻ ചോദിച്ചപ്പോ നോമ്പുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇന്ന് സുന്നത്ത് നോമ്പുള്ളത് എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖിന് മാത്രമാണ്. എന്നാ പോവട്ടെ, ഞാൻ ഒരു കാര്യവും കൂടെ ചോദിക്കട്ടെ. ഇതൊരു പക്ഷേ അങ്ങനെയുണ്ടല്ലോ, നമ്മളും ചിലപ്പോൾ സംശയിച്ചേക്കാം, ഉസ്താദേ അതിപ്പോ അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാഗ്യത്തിന് നോമ്പ് പോയിട്ടു, റസൂലുള്ളാഹി ചോദിച്ചും ചെയ്തു, അപ്പോൾ ഒത്തു വന്നതായിക്കൂടെ? ആവാൻ സാധ്യതയല്ല. കാരണം ഇതിന് ശേഷം വരുന്ന വിഷയങ്ങളും കൂടെ പഠിക്കണം. അപ്പോഴാവും മനസ്സിലാകുക. നമ്മൾ ഒരു ദിവസം അങ്ങനെയൊക്കെ സുന്നത്ത് നോമ്പ് പോറ്റൂടെ? അന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരല്ലേ? അല്ല. നബി തങ്ങൾ 4 കാര്യം ചോദിക്കുന്നു, 1, 2 അല്ല. ആ 4നും ആ സദസ്സിൽ ഒരൊറ്റ കുട്ടിയും മറുപടി പറഞ്ഞില്ല. മറുപടി പറഞ്ഞത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അവിടെയാണ് അത്ഭുതം. അങ്ങനെ നബി തങ്ങൾ അടുത്ത ചോദ്യം, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഒരു മയ്യത്തിന്റെ കൂടെ പോയവരാരെങ്കിലും ഉണ്ടോ? മയ്യത്തെടുത്ത് പള്ളിയിൽ കൊണ്ടുപോകുമ്പോ കൂടെ പോയി, മരണാനന്തര ക്രിയകളിലൊക്കെ പങ്കെടുത്തു, നിസ്കാരം കഴിഞ്ഞ് മറവും ചെയ്ത് അതാ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? സഹാബ. ഒറ്റ കുട്ടിയും മിണ്ടുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിനീതനാണ്. പതുക്കെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, നബിയേ എന്താണാവോ നിങ്ങൾ ചോദിച്ചപ്പോ പാവപ്പെട്ട സിദ്ദീഖിന് ആ ഒരു അവസരവും കൂടെ കിട്ടിയിട്ടുണ്ട് നബിയേ. ഒരു ജനാസന്റെ കൂടെ പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നോക്ക്, നിങ്ങൾ പറയുന്നത് മയ്യത്തിന്റെ കൂടെ പോകാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ശരി ഞാൻ 2 കാര്യം ചോദിച്ചപ്പോ എന്റെ കൂട്ടുകാരനാ മറുപടി പറഞ്ഞത്. മൂന്നാമത്തൊന്ന് ചോദിച്ചോട്ടെ, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനാ, മക്കളെ ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ സാധുവിന് ഭക്ഷണം കൊടുക്കൽ വലിയ കൂലിയുള്ള കാര്യമാണ്. സാധുവിന് ഭക്ഷണം കൊടുക്കുക ഇത്ആമുൽ മസാക്കീൻ വലിയ കൂലിയുള്ള കാര്യമാണ്. ആരെങ്കിലും ഒരാൾ സാധുവിന് ഒരു 10 രൂപ കൊടുത്തവര്, ഒരു ഭക്ഷണം കഴിക്കാൻ സാധുവിന് ഭക്ഷണം കൊടുത്തവർ ആരെങ്കിലും, സാധുക്കളെ സഹായിച്ചോല ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഒറ്റ കുട്ടിയും മിണ്ടുന്നില്ല. സിദ്ദീഖ് പതുക്കെ എഴുന്നേറ്റ് നിന്നു, നബിയേ അന യാ റസൂലല്ലാഹ്,
പാവപ്പെട്ട സുദ്ദീഖിന് ആ ഒരു നന്മക്ക് കൂടെ ഇന്ന് തൗഫീഖ് കിട്ടിയിട്ടുണ്ട് നബിയേ. ഒരു സാധുവിന് എനിക്ക് ഭക്ഷണം കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ കൂട്ടുകാരൻ എത്ര നല്ലവനാ. അടുത്ത ചോദ്യം നബി തങ്ങൾ ചോദിച്ചു, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദാ. ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗിയെ രോഗസന്ദർശനം നടത്തിയവരാരെങ്കിലും ഉണ്ടോ? ഒരു രോഗിയുടെ അടുത്ത് പോയി വിവരം അറിഞ്ഞു വരിക വലിയ കൂലിയുള്ള കാര്യമാണല്ലോ. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യതയിൽ ഒരു ബാധ്യതയാണ് ഇദാ മരിദ ഫഉദ്. അവൻ രോഗിയായാൽ നീ അവനെ സന്ദർശിക്കുക. അപ്പൊ ഇന്നൊരു രോഗസന്ദർശനം നടത്തിയവർ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? കുട്ടിയും എഴുന്നേൽക്കുന്നില്ല. ഫഖാമ റളിയല്ലാഹു അൻഹു വഖാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്. ഉണ്ട് നബിയേ, ഉണ്ട്. സാധുവായ ഞാനുണ്ട് നബിയേ. എനിക്കിന്ന് ഒരു രോഗിയെ സന്ദർശിക്കാനുള്ള തൗഫീഖും കൂടെ കിട്ടിയിട്ട്